ഹലോ ഓൾ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഫസ്റ്റ് ഇയർ MBBSന് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. പിന്നെ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തരാമെന്നുള്ള രീതിക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് കേരളത്തിലുള്ള, അതായത് കുഹാസ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജുകളിലൊക്കെ, മെഡിക്കൽ കോളേജുകളൊക്കെ ഉള്ളൊരു സിസ്റ്റം വെച്ചിട്ട്, ഇപ്പോൾ ഫസ്റ്റ് ഇയർ നമുക്ക് പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ നമുക്ക് പഠിപ്പിക്കുന്ന സബ്ജക്ട്സ്, അതിനൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഓരോ ഇയറിൽ നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആസ് എ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻറ്റ് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമായിരുന്നു. അതിപ്പോൾ ചിലപ്പം നിങ്ങൾ പുറത്തൊക്കെ എയിംസിലൊക്കെയാണ് പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ വാരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം എനിവേ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് വൈറ്റ് കോട്ട്, ഏപ്രൺ, അതൊരു മസ്റ്റാണ്. അപ്പോൾ ഒരു സെറ്റ് വൈറ്റ് കോട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. കാരണം ഒരൊറ്റ വൈറ്റ് കോട്ട് കൊണ്ട് നമുക്ക് എന്നും പ്രാക്ടിക്കൽസ് ഉണ്ടാവും. അപ്പോൾ എന്നും ഈ പ്രാക്ടിക്കൽസിന് ഇങ്ങനെ സെയിം കോട്ട് ഇങ്ങനെ ഇട്ട് അലക്കാനൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അലക്കി ഉണങ്ങാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു സെറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നല്ലത്. പിന്നെ അടുത്തത് സ്റ്റെതസ്കോപ്പ്. എല്ലാവരുടെയും ഒരു ഡ്രീം സാധനങ്ങളായിരിക്കും ഈ വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ വൈറ്റ് കോട്ട് സെറിമണി എന്നൊക്കെ പറയുന്ന എല്ലാവരുടെയും ഭയങ്കര സ്വപ്നമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത് അത് കാണുമ്പോൾ തന്നെ സിംബലൈസ് ചെയ്യുന്നത് ഒരു ഡോക്ടറിനെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റെത്തൊക്കെ ഇട്ട് നടക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യമില്ല. ആകെ ആവശ്യം വരുന്നത് നമുക്ക് ഫിസിയോളജി പ്രാക്ടിക്കൽസിൽ, നമുക്ക് എക്സാമിനേഷൻ പാർട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് ഫിസിയോളജി പ്രാക്ടിക്കൽസിൽ BP ചെക്ക് ചെയ്യുമ്പം നമുക്ക് BP അപ്പാരറ്റസും സ്റ്റെതസ്കോപ്പും വേണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ആക്ച്വലി ആവശ്യമുള്ളൂ. അത് നമ്മളുടെ ഫിസിയോളജി ലാബിൽ തന്നെ ഉണ്ടാവും. പക്ഷേ നമുക്കൊക്കെ പലപ്പോഴും MBBSന് സീറ്റ് കിട്ടിയെന്ന് പറയുമ്പം ചില കുടുംബക്കാരോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ സ്റ്റെതസ്കോപ്പൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എനിക്കങ്ങനെ 2 സ്റ്റെതസ്കോപ്പ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യണ സമയത്ത്. പിന്നെ ആക്ച്വലി സെക്കൻഡ് ഇയർ തൊട്ട് നിങ്ങൾക്ക് സ്റ്റെതസ്കോപ്പ് വേണം. അതും ആദ്യമേ തൊട്ടേ ലിറ്റ്മാൻ്റെ സ്റ്റെതസ്കോപ്പ് ഒന്നും ആവശ്യമില്ല. വല്ല എൽക്കോഡോ അങ്ങനെ എന്താ വലിയ എക്സ്പെൻസീവ് അല്ലാത്ത സ്റ്റെതസ്കോപ്പ് തന്നെ ധാരാളമാണ് നമുക്ക് സെക്കൻഡ് ഇയർ ഒക്കെ. ഫൈനൽ ഇയർ ആൻഡ് ഹൗസ് ഏജൻസി ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ അധിക പേരും ലിറ്റ്മാൻ്റെ സ്റ്റെതസ്കോപ്പൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ സ്പിഗ്മോ മാനോമീറ്റർ, അതായത് നമ്മളുടെ BP മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. ആക്ച്വലി അതിൻ്റെ ആവശ്യം നമുക്കില്ല. പക്ഷേ ചിലരൊക്കെ, വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അത് വാങ്ങിയിട്ട് കണ്ടിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ആവശ്യമില്ല. ആവശ്യമുണ്ട്, നമുക്ക് BP മെഷർ ചെയ്യുന്നത് പഠിക്കാനുണ്ട്. നമ്മുടെ ഫിസിയോളജിയുടെ പ്രാക്ടിക്കൽ ലാബിലൊക്കെ ഉണ്ടാവും. പിന്നെ ആക്ച്വലി നമ്മൾ ഫിസിയോളജി എക്സാമിനേഷൻ പാർട്ട് തുടങ്ങുന്ന സമയത്താണ് BP മെഷർ ചെയ്യാൻ പഠിക്കുന്നത്. അപ്പം നമുക്കൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ നമ്മുടെ ഫിസിയോളജിയുടെ പ്രൊഫസേഴ്സൊക്കെ പറഞ്ഞിട്ട് ബോയ്സ് ഹോസ്റ്റലും, അതായത് മെൻസ് ഹോസ്റ്റലും ലേഡീസ് ഹോസ്റ്റലും ഉണ്ട്. അപ്പോൾ ബോയ്സ് ഹോസ്റ്റലിൽ എല്ലാവരും കൂടെ ഷെയർ ഇട്ടിട്ട് ഒരു BP അപ്പാരറ്റസും ഒരു സ്റ്റെത്തും, അതുപോലെ തന്നെ ഗേൾസ് ഹോസ്റ്റലിൽ എല്ലാവരും ഷെയർ ഇട്ടിട്ട് ഒരു BP അപ്പാരറ്റസും സ്റ്റെത്തസ്കോപ്പും വാങ്ങിച്ചിരുന്നു നമുക്ക് BP മെഷർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ഷെയർ ഇട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറൊരു കാര്യം, ബോൺ സെറ്റ്. ചിലപ്പം ഈ ഫിൽട്ടർ കോപ്പിയുടെ ഒക്കെ ഓരോ സീരീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബോൺ സെറ്റിന് ഒരു സ്കെലിട്ടൺ ഒരു പേരൊക്കെ ഇട്ടിട്ട് മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ലൈഫ് ഓഫ് മെഡിക്കൽ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ആക്ച്വലി ഫസ്റ്റ് ഇയറിൽ അനാറ്റമിയിൽ ഓസ്റ്റിയോളജി പഠിക്കാനുണ്ട്. ശരീരത്തിലെ എല്ലാ ബോൺസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആക്ച്വലി ഒരു ബോൺ സെറ്റ് ഉള്ളത് നല്ലതാണ്. പക്ഷെ അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. റിയൽ ബോൺസാണ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഏകദേശം 10Kയുടെ അടുത്തൊക്കെ ഏകദേശം ഉണ്ടാവും. അത് വാരി ചെയ്യും. യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ഹാൻഡൊക്കെ മേടിക്കുന്ന സമയത്തൊക്കെയാണ് ഭയങ്കര കുറവൊക്കെ ആയിരിക്കും. പൊതുവേ ബോൺ സെറ്റ് ഇങ്ങനെ സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെയാണ് വാങ്ങാറുള്ളത്. പിന്നെ ആമസോണിലൊക്കെ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോൺ സെറ്റ് കിട്ടണതായിരിക്കും. പക്ഷെ എൻ്റെ കയ്യിലൊന്നും ബോൺ സെറ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫസ്റ്റ് ഇയറിൽ എൻ്റെ ക്ലാസ്സിൽ അറിയുന്ന ആരെടുത്ത് അങ്ങനെ ബോൺ സെറ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് അനാറ്റമിയുടെ ഡിസെക്ഷൻ ഹാളിൽ നമുക്ക് കുറേ ബോൺസ് വെച്ചിട്ടുണ്ടാവും. അത് നോക്കിയിട്ടൊക്കെ ആയിരുന്നു നമ്മൾ ഡിസെക്ഷൻ്റെ ടൈമിലൊക്കെ ആയിരുന്നു പഠിക്കുക. അപ്പോൾ അത്രയ്ക്കും സ്റ്റുഡീസ് ആയിട്ട് ഇങ്ങനെ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ബോൺ സെറ്റൊക്കെ വാങ്ങാം. ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പിന്നെ കമ്മിങ് ടു ക്ലോത്ത്സ്, പലർക്കും ഇപ്പം പുതിയ കോളേജൊക്കെ അല്ലേ, അപ്പോൾ കുറേ ഡ്രസ്സൊക്കെ വാങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് കുറേ ജീൻസും ടോപ്പൊക്കെ വാങ്ങുന്നുണ്ടാവും. പക്ഷേ
എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം പുറത്തൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ കുഹാസിൻ്റെ അണ്ടറിലുള്ള കേരളത്തിലെ മെഡിക്കൽ കോളേജിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിങ് പ്രൊഫസേഴ്സൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണ ഒരു കാര്യമാണ്. നമ്മൾ ഫോമൽസ് തന്നെ ഇടണം. അതായത് ഇപ്പം ജീൻസ് ഒന്നും നമുക്ക് ഇടാൻ പറ്റില്ല. പിന്നെ എപ്പോഴും ചുരിദാർ ടോപ്പുകൾ, അതായത് നല്ല ലെങ്ത്തുള്ള ടോപ്സ് ആയിരിക്കണം നമ്മൾ ഇടേണ്ടത്. പിന്നെ ഭയങ്കര എന്താ ഒരു ഭയങ്കര കാഷ്വലായിട്ട് ഉള്ള രീതിക്കുള്ള സംഭവങ്ങളൊന്നും നമുക്ക് പൊതുവെ ഇങ്ങനെ കോളേജിൽ ആരും ഇട്ട് കാണാറില്ല. കാരണം ഇട്ടാൽ നമുക്ക് ചീത്ത കേൾക്കുന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഒരു ഡെക്കോറം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഈ ഫോമൽസ് തന്നെ ഇടണം എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറൊക്കെ ആക്ച്വലി പറഞ്ഞത് ഷോളും, ഗേൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷോളും ടോപ്പും പാൻറ്റും വേണമെന്നായിരുന്നു. പക്ഷെ നമ്മൾ ഒരു കോട്ടൺ പാൻറ് ആൻഡ് ടോപ്സൊക്കെയാണ് അധിക പേരും ഇട്ട് കാണുന്നത്. പിന്നെ ഐപാഡ്, പലർക്കും ഡൗട്ടുള്ള സാധനമായിരിക്കും, ഐപാഡ് നെസസറി ആണോ? ആക്ച്വലി എൻ്റെ കയ്യിലൊരു ഐപാഡ് ഉണ്ട്. ഞാനത് ഫസ്റ്റ് ഇയർ കയറി കഴിഞ്ഞിട്ട് വാങ്ങിയതാണ്. കാരണം എനിക്കത് ഭയങ്കര ഒരു നെസസിറ്റി ആയിട്ട് തോന്നി. കാരണം ഞാൻ അത്യാവശ്യം നോട്ട്സൊക്കെ എഴുതിയിട്ട് ഭയങ്കര എഴുതാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഐപാഡ് വാങ്ങിയപ്പം എന്താ ഗുഡ് നോട്ട്സിൽ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ നമുക്ക് എല്ലാവരും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാൻ അതൊക്കെ ചെയ്യാം. അപ്പം എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ് ഐപാഡ് വാങ്ങിയത് എന്തുകൊണ്ടും എൻ്റെ ഒരു MBBS സ്റ്റഡീസിൽ നല്ലൊരു ഹെൽപ്പിങ് തന്നെയായിരുന്നു ഐപാഡ് എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഐപാഡും പിന്നെ എഴുതാൻ വേണ്ടിയിട്ട് ആപ്പിൾ പെൻസിലോ അല്ലാണ്ട് എന്തെങ്കിലും പെൻസിലോ വാങ്ങിയാൽ നോട്ട്സൊക്കെ ഇനി ഐപാഡൊന്നും ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അത് എഴുതാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊരു നല്ല കാര്യമായിരിക്കും. ഇപ്പം ചിലർ നോട്ട്സിലൊക്കെ, അതായത് നോട്ട്ബുക്കിൽ തന്നെ നോട്ട്സ് എഴുതാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഐപാഡൊന്നും നെസസറി അല്ല. കാരണം വാങ്ങിയാലും അതിൽ നിങ്ങൾക്ക് എഴുതാനൊന്നും ഇഷ്ടമില്ലെങ്കിൽ കാര്യമില്ലല്ലോ. പിന്നെ PDFs ഒക്കെ വായിക്കാനൊക്കെ സുഖമായിരിക്കും. നമുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്സിൻ്റെയും PDF ഐപാഡിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പഠിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. പിന്നെ അടുത്ത കാര്യം ഡിസെക്ഷൻ കിറ്റ്, അതുപോലെ തന്നെ H&D പെൻസിൽസ്, ലാൻസെറ്റ്, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ നിങ്ങൾ കോളേജിൽ കയറിയതിന് ശേഷം കോളേജിൻ്റെ കോപ്പറേറ്റീവ് സ്റ്റോറോ അങ്ങനെ കോളേജിൻ്റെ ഉള്ളിലുള്ള സ്റ്റോഴ്സിലൊക്കെ ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം അവിടുന്ന് നിങ്ങളുടെ അടുത്ത് വാങ്ങാൻ പറയുന്ന സമയത്ത് വാങ്ങിയാൽ മതിയായിരിക്കും. ഈ ഡിസെക്ഷൻ കിറ്റ്, ഡിസെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ സ്കാൽപ്പൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു കിറ്റാണ് ഡിസെക്ഷൻ കിറ്റ്. അതുപോലെ തന്നെ H&D പെൻസിൽസ്, അതൊരു പ്രത്യേക തരം പെൻസിൽസാണ്. ഇയോസിൻ്റെയും ഹെമറ്റോക്സിലിൻ്റെയും പെൻസിൽസാണ്. ഒരു വയലറ്റ് കളറും ഒരു പിങ്ക് കളറുള്ള പെൻസിൽസാണ്. നമ്മൾ ഹിസ്റ്റോളജി ഡയഗ്രാംസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ലാൻസെറ്റ് എന്ന് വെച്ചാൽ നമ്മളെ കൈ ഇങ്ങനെ ഫിസിയോളജിയിലൊക്കെ ബ്ലഡിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൈ ഇങ്ങനെ കുത്തിയിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സാധനമാണ് ലാൻസെറ്റ്. അതൊക്കെ കോളേജിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ കമ്മിങ് ടു ബുക്സ് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 3 സബ്ജക്ട്സാണ് പഠിക്കാനുള്ളത്: അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. അനാറ്റമിയിൽ 2 ബുക്സാണ് മെയിൻലി കേരളത്തിലെ കുട്ടികളൊക്കെ അധികവും ചൂസ് ചെയ്യുന്നത്, വിശ്രാം സിംഗും BD ചൗരസിയും. കുറച്ച് കാലം മുന്നേ നമ്മുടെ കോളേജിലൊക്കെ അധിക പേരും ഓപ്റ്റ് ചെയ്തിരുന്നത് BD ചൗരസി ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ക്ലാസ്സിലൊക്കെ കുറേ ഒരു 90% കുട്ടികളും വിശ്രാം സിംഗ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അനാറ്റമിക്ക് യൂസ് ചെയ്തത്. പിന്നെ ഫിസിയോളജിയിൽ ഗീത മാമിൻ്റെ ടെക്സ്റ്റ് ബുക്കുണ്ട്, GK പാൽ സാറിൻ്റെ GK പാലിൻ്റെ ടെക്സ്റ്റ് ബുക്കുണ്ട്. ഞാൻ യൂസ് ചെയ്തിരുന്നത് ഗീത മാമിൻ്റെ ആയിരുന്നു. പിന്നെ കമ്മിങ് ടു ബയോകെമിസ്ട്രി, വാസുദേവൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കുണ്ട്, ഡോക്ടർ റബേക്ക ജെയിംസ് മാമിൻ്റെ ടെക്സ്റ്റ് ബുക്കുണ്ട്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 100% സ്റ്റുഡൻസും യൂസ് ചെയ്തിരുന്നത് വാസുദേവൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോഴേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങി വയ്ക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പം ടാബ്ലറ്റിലോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ ഇതിൻ്റെ PDFs ഒക്കെ കിട്ടുമോ നോക്കുക. എന്നിട്ട് PDFs ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്കാണോ കംഫർട്ടബിൾ ആ രീതിക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, ടെക്സ്റ്റ് ബുക്സൊക്കെ കുറേ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. പൊതുവേ നമ്മുടെ കോളേജിലൊക്കെ കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന കുറച്ച് സെലക്റ്റഡ് ടെക്സ്റ്റ് ബുക്സ് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പം മെഡിക്കൽ കോളേജിലേക്കൊക്കെ കയറുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നല്ലൊരു അടിപൊളി ലൈഫ്, ഒരു 5.5 years മുന്നിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് കിട്ടട്ടെ, ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റട്ടെ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.